നമസ്കാരം. മിനാർ TMT ബാലൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനവിധിക്കു കാതോർത്ത് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ സംസ്ഥാനത്തെ 80 കേന്ദ്രങ്ങളിൽ. ആദ്യ ഫലസൂചനകൾ 1 മണിക്കൂറിനകം, പൂർണ്ണ ഫലങ്ങൾ ഉച്ചയോടെ അറിയാം. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്ക് തുടക്കമിട്ട് CPM. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും ശനിയാഴ്ച സംസ്ഥാന സമിതിയും. മുഖ്യമന്ത്രി പദത്തിൽ VSO പിണറായിയോ എന്ന ചോദ്യവുമായി 22-ന് പൊളിറ്റ് ബ്യൂറോ. പാർട്ടിക്ക് പുറത്തുനിന്നുള്ള പ്രവചനങ്ങൾ തള്ളി കോൺഗ്രസും UDF നേതൃത്വവും. കേവല ഭൂരിപക്ഷം നേടുമെന്നുറപ്പിച്ച് മുഖ്യമന്ത്രിയും മുന്നണിയും. പാർട്ടി വോട്ടുകളിൽ ചോർച്ച സംഭവിക്കില്ലെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി 78-ൽ നിൽക്കുമെന്നും നിഗമനം. എക്സിറ്റ് പോൾ ഫലങ്ങളിലെ ഇടതുതരംഗം തള്ളി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭരണ തുടർച്ച ഉറപ്പെന്നും എന്നാൽ UDF എത്ര സീറ്റ് നേടുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് എല്ലാം നാളെ നടക്കുന്നത്. ഭരണ തുടർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന CN ബാലകൃഷ്ണന്റെ അഭിപ്രായം വ്യക്തിപരം മാത്രമെന്നും ഉമ്മൻചാണ്ടി. ചരിത്ര നേട്ടം ആവർത്തിച്ചേക്കില്ലെന്ന മുൻകൂർ ജാമ്യവുമായി ലീഗ് നേതൃത്വം. ജയം നേടുന്ന മണ്ഡലങ്ങൾ 20-ൽ നിന്ന് 17-ലേക്ക് കുറഞ്ഞേക്കാം. മന്ത്രിമാരായ MK മുനീറിന്റെയും VK ഇബ്രാഹിം കുഞ്ഞിന്റെയും നില ഭദ്രമല്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. അതേസമയം ബാലുശ്ശേരിയും കുറ്റ്യാടിയും തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും ലീഗ് പ്രതീക്ഷ. 2.5 മാസക്കാലം നീണ്ട പ്രചണ്ഡമായ പ്രചരണകാലത്തിന് ശേഷം ആവേശമുയർത്തിയ റെക്കോർഡ് പോളിംഗിന് ശേഷം കേരളം നാളെ ജനവിധിക്ക് കാതോർത്തിരിക്കുന്നു. നാളെ രാവിലെ 8 മണി മുതൽ സംസ്ഥാനത്തെ 80 കേന്ദ്രങ്ങളിലായി വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ ഫലസൂചനകൾ 1 മണിക്കൂറിനകം അറിയാൻ കഴിയും. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. നാളെ ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ഫലങ്ങളും അറിയാൻ കഴിയും. വോട്ടെണ്ണലിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ആർക്ക് കൈകൊടുക്കുമെന്നറിയാൻ ഒരു രാത്രിയുടെ കാത്തിരിപ്പ് മാത്രം. 140 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ 80 കേന്ദ്രങ്ങളിൽ രാവിലെ 8 മണിക്ക് തുടങ്ങും. ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുന്നത്. അരമണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 12 മണിയോടെ കേരളം ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് വോട്ടവകാശം വിനിയോഗിച്ചവരുടെ എണ്ണം 2 കോടി കവിഞ്ഞ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണത്തേത്. ആകെ പോളിംഗ് ശതമാനം 77.35. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിലാണ് ഇത്തവണ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. കനത്ത മഴയെ അവഗണിച്ചുള്ള ഉയർന്ന പോളിംഗ് ഇക്കുറി ആരെ തുണയ്ക്കുമെന്ന് നാളെ ഉച്ചയോടെ അറിയാം. ന്യൂസ് ഡെസ്ക് കൗമുദി. പോളിംഗിന് ശേഷം പുറത്തുവന്ന മുഴുവൻ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് വലിയ ഇടത് തരംഗം ആണ്. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ ഏറുമെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ ആ ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ഇടത് നേതൃത്വം. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിന് തൊട്ടടുത്ത ദിവസം സംസ്ഥാന സമിതിയും യോഗം ചേരുന്നു. നമുക്ക് അറിയാം ഏറ്റവും നിർണായകമായ ചോദ്യം ഇടതുമുന്നണി അധികാരത്തിലെത്തുമ്പോൾ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? പിണറായി വിജയനാണോ അതോ VS അച്യുതാനന്ദൻ ആണോ എന്നുള്ള കാര്യത്തിലാണ്. ഈ ചോദ്യവുമായി 22-ാം തീയതി പൊളിറ്റ് ബ്യൂറോയും യോഗം ചേരും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷകളിലുമാണ് CPM നേതൃത്വവും മുന്നണി നേതാക്കളും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അതേപടി മുഖവിലക്കെടുക്കുന്നില്ലെങ്കിലും സംസ്ഥാനത്ത് ഇടതുതരംഗമുണ്ടാകുമെന്നും ഇക്കുറി മികച്ച ഫലത്തോടെ അധികാരം തിരിച്ചുപിടിക്കുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. അതിനൊപ്പം തന്നെ സർക്കാർ രൂപീകരണം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കും AKG സെന്റർ തുടക്കമിട്ട് കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ സ്വാധീനത്തിൽ പിന്നിലായി പോവുകയും തിരഞ്ഞെടുപ്പ് ജയത്തിന് കോൺഗ്രസിനെ കൂട്ടുപിടിക്കേണ്ടി വരികയും ചെയ്ത CPM-ന് കേരളത്തിൽ ഒരു വലിയ ജയം ദേശീയ തലത്തിൽ തന്നെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ ഫലം പുറത്തുവരുന്നതിന് പിന്നാലെ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും PB അംഗം പ്രകാശ് കാരാട്ടും വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി വെള്ളിയാഴ്ച തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ശനിയാഴ്ച സംസ്ഥാന കമ്മിറ്റിയും ചേരും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവയ്ക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി ആരെന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ CPM ഇതുവരെ ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രചരണ കാലയളവിലെല്ലാം അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് യെച്ചൂരിയും കാരാട്ടും സംസ്ഥാന നേതൃത്വവും പറഞ്ഞ മറുപടി തിരഞ്ഞെടുപ്പിൽ വിജയത്തിനു ശേഷം അക്കാര്യം ആലോചിക്കുമെന്നായിരുന്നു. എന്നാൽ വിജയം LDF-ന് തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിലും പാർട്ടി അണികളിലും ഏറ്റവും കൗതുകമുണർത്തുന്ന ചോദ്യം ഇതുതന്നെ. 93-ലെത്തിയ VS-നെ പാർട്ടി തഴയുമോ? പിണറായി ആയിരിക്കുമോ അടുത്ത മുഖ്യമന്ത്രി? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS-ഉം പിണറായിയും ഒരുമിച്ച് പ്രചരണം നയിക്കണമെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. എന്നാൽ സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തി ആവേശം വിതച്ചത് VS തന്നെയായിരുന്നു. UDF-നെതിരെ ഭരണവിരുദ്ധ വികാരം പ്രചരണ കാലയളവിൽ ഉടനീളം ജ്വലിപ്പിച്ചു നിർത്തിയതും VS-ന്റെ പ്രസംഗങ്ങൾ തന്നെ.
അക്കാര്യം പരിഗണിക്കുമ്പോൾ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലേതുപോലെ ഇടതുമുന്നണി സംസ്ഥാനത്ത് ഗംഭീര വിജയം നേടിയാൽ ആ വിജയത്തിന്റെ വലിയ പങ്ക് VSന് അവകാശപ്പെട്ടതായിരിക്കും. എന്നാൽ എക്കാലത്തും VSനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള സംസ്ഥാന നേതൃത്വം ഈ അവകാശവാദം സമ്മതിച്ചു കൊടുക്കുമോ എന്നാണ് സംശയം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും ഇതുതന്നെ. മുഖ്യമന്ത്രി വിഷയം ഉൾപ്പെടെ സർക്കാർ രൂപീകരണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 22-ന് പോളിറ്റ് ബ്യൂറോയും 23, 24 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റിയും ചേരുന്നുണ്ട്. തിളക്കമാർന്ന വിജയം നേടിയാൽ മുഖ്യമന്ത്രി പദത്തെച്ചൊല്ലി തർക്കിച്ച ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കരുതെന്ന നിലപാടാണ് പാർട്ടി ദേശീയ നേതൃത്വത്തിന്. VSO പിണറായിയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന ഘടകമാണ്. എന്നിരിക്കെ വിഷയം പാർട്ടിക്ക് കീറാമുട്ടിയാകും. ന്യൂസ് ഡെസ്ക് കൗമുദി. ഇടതുമുന്നണി സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ അപ്പാടെ തള്ളുകയാണ് കോൺഗ്രസും UDF നേതൃത്വവും. കേവല ഭൂരിപക്ഷം നേടും എന്ന് ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു മുഖ്യമന്ത്രിയും മുന്നണിയും. പാർട്ടി വോട്ടുകളിൽ, പരമ്പരാഗത വോട്ടുകളിൽ ഒരു തരത്തിലുള്ള ചോർച്ചയും സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി 78 സീറ്റ് ഉറപ്പ് എന്ന് UDF പറയുന്നു. അമിത പ്രതീക്ഷ വച്ചുപുലർത്തുന്നില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടുമെന്നാണ് UDF ഇപ്പോഴും കണക്കുകൂട്ടുന്നത്. മുന്നണി മോഹങ്ങളെ തട്ടിത്തെറിപ്പിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെയാണ് നേതാക്കളുടെ പതിവ് ആത്മവിശ്വാസത്തിൽ കുറവ് വന്നത്. അഭിപ്രായ സർവേകളിൽ കാര്യമില്ലെന്നും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3-4 സീറ്റ് അധികം കിട്ടുമെന്നാണ് പ്രമുഖ നേതാക്കളുടെ പ്രതികരണം. പരമ്പരാഗത വോട്ടുകളിൽ വലിയ മാറ്റം വരില്ലെന്നും BDJS നേടുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്ക് ഇടതുപക്ഷത്ത് നിന്നായിരിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച 20 സീറ്റിൽ ഏതാനും സീറ്റുകൾ ഇത്തവണ കുറഞ്ഞേക്കുമെന്നാണ് ലീഗിന്റെയും വിലയിരുത്തൽ. രാഷ്ട്രീയ ഘടകങ്ങളുടെ ആനുകൂല്യവും അടിയൊഴുക്കുകളും LDFനെ തുണച്ചു എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ പ്രവചനങ്ങൾ പാടെ തള്ളിക്കൊണ്ട് ഭരണ തുടർച്ച ഉറപ്പെന്ന് UDFും എക്സിറ്റ് പോൾ പ്രവചനങ്ങളെക്കാൾ മികച്ച വിജയം നേടുമെന്ന് BJPയും പ്രതീക്ഷ പങ്കിടുന്നു. കാത്തിരിക്കാം ജനവിധിക്കായി. ന്യൂസ് ഡെസ്ക് കൗമുദി. 14ാം നിയമസഭയിലേക്ക് നടന്ന പോളിംഗിന് ശേഷം, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഇതുവരെ മാധ്യമങ്ങളോട് കാര്യമായി ഒന്നും സംസാരിക്കാതിരുന്ന മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്താണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു, എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല, UDF ഉറപ്പായും അധികാരത്തിൽ വരും. പക്ഷേ എത്ര സീറ്റ് UDF സംസ്ഥാനത്ത് നേടും എന്നുള്ള കാര്യം ഇപ്പോൾ താൻ പറയുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എക്സിറ്റ് പോളിൻ്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കാൻ പോകുന്നത് എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അതേസമയം ഭരണ തുടർച്ചയിൽ പ്രതീക്ഷയില്ല എന്ന കോൺഗ്രസ് നേതാവ് CN ബാലകൃഷ്ണന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം ഹൈക്കമാൻഡ് ആണ് തീരുമാനിക്കേണ്ടത് എന്നും ഉമ്മൻചാണ്ടി. UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിംഗ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നത് വരെയുള്ള സ്ഥാനം എനിക്കുള്ളൂ. അത് കഴിഞ്ഞുള്ള എല്ലാ ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഭരണ തുടർച്ച ഒരുപക്ഷെ സംഭവിച്ചേക്കില്ല എന്ന ആശങ്ക UDFൽ നിലനിൽക്കുന്നതിന് ഇടയിൽ മുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ഒരു മുൻകൂർ ജാമ്യവുമായി മുന്നോട്ട് വരുന്നു. ഒരുപക്ഷെ ലീഗ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ ചരിത്ര ജയം ആവർത്തിക്കാനിടയില്ല എന്നാണ് ഈ മുൻകൂർ ജാമ്യം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 24 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. 20 സീറ്റുകളിൽ വിജയം കണ്ടു. ആ വിജയം 20 എന്നുള്ളത് ഒരുപക്ഷെ ഇത്തവണ 17ലേക്ക് കുറഞ്ഞേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ലീഗ് തന്നെ പറയുന്നത്. മാത്രമല്ല മന്ത്രിമാരായ MK മുനീറിൻ്റെയും VK ഇബ്രാഹിം കുഞ്ഞിൻ്റെയും നില അത്ര ഭദ്രമല്ല എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നു. കഴിഞ്ഞ തവണത്തെ ചരിത്ര നേട്ടം ഇക്കുറി ആവർത്തിക്കാനാകുമോ എന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ്. 2011 മത്സരിച്ച 24 സീറ്റിൽ 20ലും വിജയിച്ചെങ്കിൽ ഇത്തവണ അത് 17ആയി കുറഞ്ഞേക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. മന്ത്രിമാരായ MK മുനീറിന്റെ കോഴിക്കോട് സൗത്ത്, ഇബ്രാഹിം കുഞ്ഞിന്റെ കളമശ്ശേരി, താനൂർ, തിരുവമ്പാടി, അഴീക്കോട് സീറ്റുകളിലെ നില അത്ര ഭദ്രമല്ലെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. എന്നാൽ ബാലുശ്ശേരി, കുറ്റ്യാടി സീറ്റുകൾ തിരിച്ചുപിടിക്കാനാകുമെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ലീഗ് വലിയ വെല്ലുവിളി നേരിട്ടത് മലപ്പുറത്തെ താനൂരിലാണ്. സിറ്റിംഗ് MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കെതിരെ ഇടത് സ്വതന്ത്രനായി മുൻ KPCC അംഗം V അബ്ദുറഹ്മാനാണ് മത്സരിച്ചത്. 5000-ൽ താഴെ വോട്ടുകൾക്കാണ് ഇവിടെ ഇരുകൂട്ടരും ജയപരാജയങ്ങൾ മുന്നിൽ കാണുന്നത്. പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് കോഴിക്കോട് സൗത്തിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന MK മുനീറിന്റെ ആവശ്യം തള്ളിയതിൽ നേതൃത്വത്തിന് കുറ്റബോധമുണ്ട്. അഴീക്കോട് നികേഷ് കുമാറിനെതിരെ KM ഷാജി മികച്ച മത്സരം കാഴ്ചവച്ചെങ്കിലും മണ്ഡലം പിടിക്കാനാകുമോ എന്നതിൽ ലീഗിന് ആശങ്കയുണ്ട്. താനൂരിലൊഴികെ മലപ്പുറത്ത് അട്ടിമറി സാധ്യത കാണുന്നില്ലെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞേക്കാമെന്ന ഭീതി ലീഗിനുണ്ട്. പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ചയും ലീഗ് കോൺഗ്രസ് പോരും കാന്തപുരം വിഭാഗം കടുത്ത നിലപാടെടുത്തതും പ്രതികൂലമായതായി നേതൃത്വം വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ വ്യത്യാസത്തിന് LDF-ന് ഭരണം നഷ്ടപ്പെട്ടു പോയി എങ്കിലും തിരുവനന്തപുരം, കൊല്ല, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ അന്നേരവും അപ്പോഴും ഇടതുപക്ഷത്തിന് ഒപ്പം തന്നെയായിരുന്നു. ഈ 4 ജില്ലകളിലെ 39 നിയമസഭാ സീറ്റുകളിൽ UDF-ന് 15 സീറ്റ് കിട്ടിയപ്പോൾ 24 മണ്ഡലങ്ങൾ LDF-നെ തുണച്ചു. ഇടത് തരംഗം പ്രവചിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ തെക്കൻ മനസ്സ് എങ്ങോട്ട് തിരിയും? തിരുവനന്തപുരത്ത് നിന്ന് മഞ്ജിത് വർമ്മയുടെ റിപ്പോർട്ട്. കുറഞ്ഞ പോളിംഗ്, കടുത്ത അരക്ഷിതത്വം, അടിയൊഴുക്കുകളുള്ള മണ്ഡലങ്ങൾ. തെക്കൻ കേരളത്തിന്റെ വിധിയെഴുത്ത് LDF-നും UDF-നും ഭരണഭാവിക്ക് നിർണായകമാകുമ്പോൾ 39 മണ്ഡലങ്ങൾ ഇത്തവണ ചരിത്രമെഴുതും. നേരിയ വ്യത്യാസത്തിൽ 2011-ൽ ഭരണം UDF-നൊപ്പം നിന്നപ്പോഴും തെക്കൻ കേരളത്തിലെ 39 സീറ്റുകളിൽ 24 എണ്ണവും LDF-ന് ഒപ്പമായിരുന്നു. 15 സീറ്റ് UDF-ഉം നേടി. ഇത്തവണയും 39-ൽ 34-ലും സിറ്റിംഗ് MLA-മാർ തന്നെയാണ് മത്സരരംഗത്ത് ഉള്ളത്. എന്നാൽ ഇത്തവണ ഫലത്തെ ഏറെ നിർണ്ണയിക്കുക BJP-ക്കൊപ്പം അണിനിരന്ന SNDP-യുടെ രാഷ്ട്രീയ പ്രസ്ഥാനം BDJS ആയിരിക്കും. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ നിരവധി മണ്ഡലങ്ങളിൽ NDAക്ക് അക്കൗണ്ട് തുറക്കുമെന്ന നിലയിൽ കാര്യങ്ങളെത്തിക്കാൻ BDJS-ന് അയക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചന തരുന്നു. ആലപ്പുഴയിൽ അരൂർ മുതൽ ചേർത്തല വരെ LDF മുൻതൂക്കമുണ്ടെങ്കിൽ കുട്ടനാടെത്തിയാൽ കാര്യങ്ങൾ ഇത്തവണ കീഴ്മേൽ മറിഞ്ഞേക്കും. BDJS-ന് ശക്തമായ സ്വാധീനമുള്ള കുട്ടനാട്ടിൽ സിറ്റിംഗ് MLA തോമസ് ചാണ്ടിയെ BDJS സ്ഥാനാർത്ഥി സുഭാഷ് വാസു മറികടക്കുമെന്നാണ് സൂചനകൾ. മാണി ഗ്രൂപ്പിൽ നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ടതോടെ UDF-ന് ഡോക്ടർ KC ജോസഫ് കുട്ടനാട്ടിൽ ഇല്ലാത്തതും തിരിച്ചടിയാകും. ചെങ്ങന്നൂരിൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുള്ള കോൺഗ്രസ് വിമത ശോഭന ജോർജ് PC വിഷ്ണുനാഥിന് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് UDF ഭയക്കുന്നുണ്ട്. CK സദാശിവനില്ലാത്ത കായംകുളത്ത് LDF പരീക്ഷിക്കുന്ന പ്രതിഭാ ഹരിയെ M ലിജു മറികടക്കുമോ എന്നതും സസ്പെൻസാണ്. പത്തനംതിട്ടയിൽ മാണി ഗ്രൂപ്പിലെ തമ്മിലടിയിൽ തിരുവല്ല മാത്യു ടി തോമസ് നിലനിർത്തുമെന്നാണ് LDF-ന്റെ വിശ്വാസം. ഒപ്പം ശിവദാസൻ നായരെ അട്ടിമറിച്ച് ആറന്മുള വീണ ജോർജ് പിടിച്ചെടുക്കുമെന്നും അവർ കരുതുന്നു. കായംകുളത്തും അടൂരും കഴിഞ്ഞ തവണ കുറഞ്ഞ ഭൂരിപക്ഷമുണ്ടായിരുന്നതും LDF-ന് തലവേദന തന്നെ. കൊല്ലത്ത് കഴിഞ്ഞ തവണ 11-ൽ 9 നേടിയെങ്കിൽ ഇത്തവണ തൂത്തുവാരുമെന്നാണ് LDF വാദം. ചവറയിൽ ഷിബു ബേബി ജോണിന് കാര്യങ്ങൾ പന്തിയല്ലെന്ന് അവർ പറയുന്നു. എന്നാൽ ഒപ്പം നിന്ന RSP UDF-ലെത്തിയതോടെ ഇരവൂരത്തും കുന്നത്തൂരും കണ്ണടച്ച് പ്രവചിക്കാനാവില്ല എന്ന് UDF-ഉം പറയുന്നു. കുണ്ടറയിൽ UDF-നായി രാജ്മോഹൻ ഉണ്ണിത്താൻ നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. പത്തനാപുരവും കൊട്ടാരക്കരയും LDF-ന് തന്നെയെന്ന് അവർ കരുതുന്നു. ചടയമംഗലത്ത് മുല്ലക്കരയെ തോൽപ്പിക്കാൻ MM ഹസനും എളുപ്പമല്ല. തിരുവനന്തപുരമാണ് സംസ്ഥാനത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. BJP BDJS സഖ്യം ത്രികോണ മത്സരങ്ങൾ തീർക്കുന്ന നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം മണ്ഡലങ്ങളിൽ വിധിയെഴുത്തിൽ എന്തും സംഭവിക്കും. എക്സിറ്റ് പോളുകൾ NDAക്ക് പറയുന്ന 4 മണ്ഡലങ്ങളിൽ ഇവയിലേതെങ്കിലുമൊക്കെ പെടും. ബാർക്കോഴയിലൂടെ UDF മന്ത്രിസഭയെ ഉലച്ച ബിജു രമേശ് തിരുവനന്തപുരത്ത് VS ശിവകുമാറിന് ചതുഷ്കോണ മത്സരവും തീർക്കുന്നുണ്ട്. നേർത്ത ഭൂരിപക്ഷത്തിൽ വിജയിയെ തീർത്ത കഴിഞ്ഞ തവണത്തെ 6 മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിൽ ഉണ്ടെന്നതും ഓർക്കണം. വമ്പൻ ഫലം LDF പ്രതീക്ഷിക്കുമ്പോൾ 2006-ലെ LDF തരംഗത്തിലും തെക്കൻ കേരളത്തിലെ 44 സീറ്റുകളിൽ 16 എണ്ണം തങ്ങൾക്കായിരുന്നുവെന്നാണ് UDF-ന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായ G സുധാകരനെ സംബന്ധിച്ചുള്ള വിവാദം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞതാണ്. VS അച്യുതാനന്ദൻ വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ട് ചെയ്യുന്നത് G സുധാകരൻ ഒളിഞ്ഞു നോക്കി എന്നാണ് ആരോപണം. ഇപ്പോൾ ആ ആരോപണത്തിൽ പരാതി ഉണ്ടായിരുന്നു. UDF പരാതി നൽകിയിരുന്നു. ഇന്നിപ്പോൾ G സുധാകരന് എതിരെ കേസെടുക്കാൻ നിർദ്ദേശം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെയാണ് പുന്നപ്ര പോലീസിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത്. FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് ആലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നോക്കാം. നമുക്ക് വിളിക്കാം P അഭിലാഷിനെ. ടെലിഫോൺ ലൈനിൽ P അഭിലാഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മുഖ്യ തെരഞ്ഞെടുപ്പ് നിർദ്ദേശപ്രകാരമാണ് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുന്നപ്ര പോലീസാണ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റും ഒപ്പം കോൺഗ്രസ് ജില്ലാ നേതൃത്വവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തനിക്ക് നിയമം അറിയാവുന്ന ആളാണെന്നും താൻ യാതൊരു നിയമ ലംഘനവും ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നും ആണ് G സുധാകരൻ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് VS വോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ എന്തായാലും G സുധാകരൻ സംശയിക്കേണ്ട കാര്യമില്ല. അത്തരം ചില അഭിപ്രായങ്ങളും G സുധാകരൻ പറഞ്ഞിരുന്നു. തനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മലമ്പുഴയിൽ നിന്ന് ഈ പോളിംഗ് ദിവസം ഉച്ചയ്ക്ക് VS എത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിന് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സുധാകരന് ഒടുവിൽ വിനയായി മാറും എന്ന് കരുതാമോ നമുക്ക്? താൻ VS-നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നോ മറ്റോ VS യാതൊരു പരാതിയും എങ്ങും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു ഭയവും ഇല്ലെന്നും എന്താണ് തുടർ നടപടി എന്നറിയാൻ കൗതുകമുണ്ടെന്നും ആണ് കഴിഞ്ഞ ദിവസം G സുധാകരൻ പ്രസ്താവനയിലും തന്റെ Facebook പോസ്റ്റിലും പറഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി P അഭിലാഷ്. ബാലറ്റ് ന്യൂസിൽ പങ്കുചേർന്നതിന്, കൂടുതൽ വിശദാംശങ്ങൾ നൽകിയതിന് വളരെ നന്ദി.